ലോകത്ത് കൊതുകില്ലാത്ത രാജ്യം എന്നൊരു പേര് വർഷങ്ങളായി കേട്ടിരുന്ന ഒരു സ്ഥലമുണ്ടായിരുന്നു, ഐസ്ലാൻഡ്. പക്ഷേ ഇപ്പോൾ ഒരു ചെറിയ വാർത്ത ലോകത്തിൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റിയിരിക്കുകയാണ്. റൈക്യാവിക് നഗരത്തിൽ ഒരു കൊതുകിനെ കണ്ടെത്തിയതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നു. ഒരു ചെറിയ കൊതുകിനെ കണ്ടുപിടിച്ചത് എന്തിനാണ് ഇത്ര വലിയ വാർത്തയായത്? കാരണം ഐസ്ലാൻഡ് വർഷങ്ങളായി കൊതുകുരഹിത രാജ്യം എന്നറിയപ്പെട്ട രാജ്യങ്ങളിൽ ഒന്നായിരുന്നു. സാധാരണയായി ഭൂമിയിലെ ഏത് രാജ്യത്തേക്ക് പോയാലും കൊതുകുകളെ കാണാം. ഉഷ്ണമേഖലാ രാജ്യങ്ങളിൽ മാത്രമല്ല, പല അതിശൈത്യ മേഖലകളിലും കൊതുകുകൾ അതിജീവിക്കാറുണ്ട്. പക്ഷേ ഐസ്ലാൻഡ് നേരെ തിരിച്ചായിരുന്നു. കഠിനമായ തണുപ്പുള്ള കാലാവസ്ഥ ഉണ്ടായിട്ടും ചില പ്രാണികൾ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ കൊതുകുകൾ അവിടെ ഏതാണ്ട് ഇല്ലായിരുന്നു എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ ഐസ്ലാൻഡിൽ കൊതുകുകളില്ല എന്ന വസ്തുത ഇൻ്റർനെറ്റിൽ വർഷങ്ങളായി ആളുകൾക്കിടയിൽ വലിയ കൗതുകമുണ്ടാക്കുന്ന ഒന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ റൈക്യാവിക് നഗരത്തിൽ കൊതുകിന് സമാനമായ ഒരു പ്രാണിയെ കണ്ടെത്തിയതോടെ ആളുകൾ വീണ്ടും ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഉയരുന്ന വലിയ ചോദ്യം ഇതാണ്: എന്തുകൊണ്ടാണ് ഐസ്ലാൻഡിൽ കൊതുകുകൾ ഇല്ലാതിരുന്നത്? അതിൻ്റെ ഉത്തരം ഐസ്ലാൻഡിൻ്റെ സവിശേഷമായ കാലാവസ്ഥയിലാണ്. കൊതുകുകൾക്ക് അതിജീവിക്കാൻ കൃത്യമായ ചില സാഹചര്യങ്ങൾ ആവശ്യമാണ്. പ്രധാനമായും കെട്ടിക്കിടക്കുന്ന വെള്ളം, ബ്രീഡിംഗ് സീസൺ, സ്ഥിരമായ താപനില എന്നിവ. പക്ഷേ ഐസ്ലാൻഡിലെ കാലാവസ്ഥ പ്രവചനാതീതമാണ്. ശൈത്യകാലത്ത് അതിശക്തമായ തണുപ്പ് അനുഭവപ്പെടും. പിന്നാലെ പെട്ടെന്നുള്ള താപനില മാറ്റങ്ങളും ഉണ്ടാകും. മഞ്ഞ് ഉറയുന്നതും ഉരുകുന്നതുമായ പ്രക്രിയകൾ അവിടെ വളരെ ക്രമരഹിതമാണ്. ഇത് കൊതുകുകളുടെ ലാർവകൾക്ക് അതിജീവിക്കുന്നത് ബുദ്ധിമുട്ടാക്കും. ലളിതമായി പറഞ്ഞാൽ, കൊതുകുകളുടെ ജീവിതക്രമം പൂർത്തിയാക്കാൻ ഐസ്ലാൻഡിൻ്റെ കാലാവസ്ഥ ചരിത്രപരമായി അനുയോജ്യമല്ല. കൗതുകകരമായ കാര്യം എന്തെന്നാൽ, ഐസ്ലാൻഡിന് അടുത്തുള്ള ഗ്രീൻലാൻഡ് പോലുള്ള തണുപ്പേറിയ പ്രദേശങ്ങളിൽ പോലും കൊതുകുകളുണ്ട്. അതായത് തണുപ്പ് മാത്രം കൊണ്ടല്ല കൊതുകുകൾ ഇല്ലാതിരുന്നത്, അവിടുത്തെ കാലാവസ്ഥ രീതി തന്നെയാണ് പ്രധാന കാരണം. ഐസ്ലാൻഡിൽ തടാകങ്ങളും തണ്ണീർത്തടങ്ങളും ധാരാളമായി ഉണ്ടെങ്കിലും കൊതുകുകളുടെ എണ്ണം വർദ്ധിക്കാൻ ആവശ്യമായ സാഹചര്യങ്ങൾ അവിടെ സ്ഥിരമായി ലഭിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് വർഷങ്ങളായി കൊതുകുകൾ അവിടെ ഇല്ലാതിരുന്നത്. പക്ഷേ ഇപ്പോൾ ശാസ്ത്രജ്ഞർ മറ്റൊരു സാധ്യതയെക്കുറിച്ച് സംസാരിക്കുന്നു: കാലാവസ്ഥ വ്യതിയാനം. ഭൂമിയിലെ പല സ്ഥലങ്ങളിലും താപനിലയുടെ രീതികൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ശൈത്യകാലം പലയിടത്തും കാഠിന്യം കുറഞ്ഞതായി മാറുന്നു. ഋതുചക്രങ്ങൾ മാറുന്നു. അതോടെ മുമ്പ് അതിജീവിക്കാൻ കഴിയാത്ത ചില പ്രാണികൾ പുതിയ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കാൻ തുടങ്ങുന്നു. കൊതുകുകൾ വളരെ പെട്ടെന്ന് സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടുന്ന ജീവികളാണ്. പരിസ്ഥിതിയിലുണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ പോലും ഇവയുടെ വ്യാപനത്തിന് കാരണമാകും. ഇപ്പോൾ റൈക്യാവിക് നഗരത്തിൽ കണ്ടെത്തിയ കൊതുക് അവിടെ സ്ഥിരമായി കൊതുകുകൾ ഉണ്ടാകുന്നതിൻ്റെ ലക്ഷണമാണോ അതോ അബദ്ധത്തിൽ അവിടെ എത്തിയതാണോ എന്നത് ഇപ്പോഴും വ്യക്തമല്ല. കാരണം ഒരൊറ്റ കൊതുകിനെ കണ്ടെത്തിയത് കൊണ്ട് ഉടൻ ഐസ്ലാൻഡ് മുഴുവൻ കൊതുകുകളായി എന്ന് പറയാൻ സാധിക്കില്ല. ചരക്ക് കപ്പലുകൾ വഴിയോ മറ്റോ അബദ്ധത്തിൽ വന്നതാകാനും സാധ്യതയുണ്ട്. വിനോദസഞ്ചാരം വർദ്ധിച്ചതുകൊണ്ട് വിമാനങ്ങൾ, കപ്പലുകൾ, ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾ ഇവയിലൂടെയെല്ലാം ഇത്തരം പ്രാണികൾ അറിയാതെ ഇവിടെ എത്താം. പക്ഷേ ആളുകൾക്ക് താല്പര്യമുള്ള കാര്യം മറ്റൊന്നാണ്: ഐസ്ലാൻഡ് പോലുള്ള സ്ഥലങ്ങൾ പോലും മാറി തുടങ്ങുന്നുണ്ടോ? കാരണം കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ സാധാരണയായി താപനിലയുടെ അക്കങ്ങളായി കേൾക്കുമ്പോൾ ആളുകൾക്ക് അതൊരു വിദൂര വിഷയമായി തോന്നാം. പക്ഷേ കൊതുകുകളെ പോലെ നമ്മൾ നിത്യവും കാണുന്ന കാര്യങ്ങളിൽ മാറ്റം വരുമ്പോൾ ആളുകൾക്ക് ആ മാറ്റം നേരിട്ട് അനുഭവപ്പെടും. ഇത് ഐസ്ലാൻഡിനെ മാത്രം സംബന്ധിച്ച കഥയല്ല. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പ്രാണികളുടെ കുടിയേറ്റ രീതികൾ മാറുന്നുണ്ട്. രോഗങ്ങൾ പരത്തുന്ന കൊതുകുകൾ പുതിയ മേഖലകളിലേക്ക് പോകുന്നുണ്ടോ എന്ന് ശാസ്ത്രജ്ഞർ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു. കാരണം മലേറിയ, ഡെങ്കിപ്പനി പോലുള്ള രോഗങ്ങൾ പടർത്തുന്നതിൽ ചില ഇനം കൊതുകുകൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു ചെറിയ കൊതുകിനെ കുറിച്ചുള്ള വാർത്ത പോലും ശാസ്ത്രജ്ഞർ ഗൗരവമായി കാണുന്നത്. പക്ഷേ ഐസ്ലാൻഡ് ഇപ്പോഴും ഔദ്യോഗികമായി കൊതുകില്ലാത്ത രാജ്യം എന്ന ഖ്യാതി ഏതാണ്ട് നിലനിർത്തുന്നുണ്ട്. കാരണം അവിടെ സ്ഥിരമായി കൊതുകുകൾ ഉണ്ടെന്ന് പല റിപ്പോർട്ടുകളും പറയുന്നില്ല. എന്നാലും ഈ സംഭവം ഒരു രസകരമായ ഓർമ്മപ്പെടുത്തലാണ്. ഭൂമിയിലെ കാലാവസ്ഥാ വ്യവസ്ഥകൾ വളരെ സെൻസിറ്റീവാണ്. ചെറിയ താപനില മാറ്റങ്ങൾ പോലും പരിസ്ഥിതിയെ സാവധാനം മാറ്റാം. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അസാധ്യമാണെന്ന് തോന്നിയ കാര്യങ്ങൾ ഭാവിയിൽ സാധാരണമാകാനും സാധ്യതയുണ്ട്. ഒരു ചെറിയ കൊതുകിൻ്റെ വാർത്ത ലോകശ്രദ്ധ നേടാൻ കാരണം അതാണ്.